ഇന്നൊരു അടിപൊളി ഉച്ചവിശേഷമായാലോ. നല്ല ബീഫൊക്കെ കൂട്ടിയിട്ടുള്ള ഉച്ചയൂണാണ് ഇന്ന്. ഇന്നലെ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. നല്ല നാളികേരക്കൊത്തൊക്കെ ഇട്ട് കുരുമുളക് ഇട്ട് അടിപൊളി മസാലയിൽ പെരട്ടി ബീഫ് റോസ്റ്റും കൊണ്ടാണ് ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. കിട്ടിയ പാടെ കണ്ണ നല്ലോണം തട്ടിയിട്ടോ. ഇന്ന് പക്ഷെ നോക്കി ഇച്ചിരി എരിവ് കൂടി വരികയാണ്. കുരുമുളക് ഇട്ടിട്ടാണല്ലോ വരട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാനുള്ള സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓർത്തു ആ ബീഫിലേക്ക് കുറച്ച് കപ്പ ഇട്ടിട്ട് അത് കപ്പയും ബീഫും ആക്കിയാലോ എന്ന്. അങ്ങനെ ബീഫ് പകർത്തിയിട്ട് അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് സവോളയൊക്കെ ഞാൻ വഴറ്റി. സവോള ഒരുപാട് കനം കുറയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം കപ്പയും ബീഫും കഴിക്കുമ്പോൾ കുറച്ച് ഉള്ളി കടിക്കണത് ടേസ്റ്റിയാണ്. അതുപോലെ ഉള്ളി ഒരുപാട് അങ്ങോട്ട് വഴട്ടൊന്നുമില്ല. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റും. നല്ല പായസക്കുള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ 2 വിസിലടുപ്പിച്ചു. നല്ലോണം ഒന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ബീഫിൻ്റെ കൂടെ അതങ്ങോട്ട് യോജിച്ച് ചേരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. പിന്നെ ബീഫിൽ അത്യാവശ്യം നല്ല മസാലയും സ്പൈസിയും ഒക്കെ ആയതുകൊണ്ട് ഇതിൽ വേറെ പൊടികളോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം കുട്ടികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരുപാട് മസാലയൊന്നും ആഡ് ചെയ്യാറില്ല. അങ്ങനെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ബീഫ് റോസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുത്തു. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചൂടാക്കിയെടുത്തത് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കെടുത്ത് കഴിക്കാൻ തോന്നുവേ. നല്ല ആവി പറക്കുന്ന ബീഫ് റോസ്റ്റ്. എന്താ മണമെന്നോ. എൻ്റെ അമ്മ ബീഫ് കഴിക്കില്ല, പക്ഷേ അടിപൊളിയായിട്ട് ബീഫ് ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര അതിശയമാണ് എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാണ്ട് ഇത്ര ഭംഗിയായിട്ട് ഇത്ര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണേന്ന്. അതൊക്കെയാണ് കൈപുണ്യം അല്ലേ. അങ്ങനെ ബീഫ് നല്ലോണം ചൂടായതിലേക്ക് കപ്പ അസലായിട്ട് വേവിച്ച് വെച്ചിരുന്ന കപ്പ, അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ബീഫിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഉടച്ചു കൊടുത്തു. രണ്ടും കൂടെ അസലായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാനായിട്ട് നല്ലോണം അങ്ങോട്ട് ഉടച്ചുടച്ച് അങ്ങോട്ട് വേവിച്ചു. കപ്പ വേവിച്ചതിൻ്റെ ചെറിയ ഗ്രേവി അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതും കൂടെ ചേർത്ത് അതൊന്ന് വറ്റിക്കുക എന്നുള്ളതിൽ നല്ലോണം യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഞാനിതിൽ അഡീഷണലായിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒരു മസാലയും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അതടച്ച് വെച്ചിട്ട് കണ്ണനെയും വെയിറ്റ് ചെയ്തിരുന്നു. എക്സാം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് എത്തും കേട്ടോ. അപ്പം ഞാൻ കാശിയോട് ചോദിക്കും, കാച്ചു നമുക്ക് പുറത്ത് പോയിരിക്കാം, ചേട്ടനെ കാത്തിരിക്കാം എന്ന് ചോദിക്കും. അപ്പോഴേക്കും വേഗം ഡോറിൻ്റെ അവിടെ പോയി ആൾ ഡോറൊക്കെ തുറന്ന് പുറത്ത് വന്നിരിക്കും. ഞാൻ ജസ്റ്റ് സ്റ്റെപ്പിലിരിക്കുകയുള്ളൂ. കാശ് ഗേറ്റിൻ്റെ അവിടെ പോയിട്ടാണ് ചേട്ടനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കണത്. കിട്ടിയ സമയമൊന്നും കളയില്ല കേട്ടോ. രാവിലെ ആയാലും ഉച്ചയായാലും വൈകിട്ടായാലും ഏത് സമയമായാലും കിട്ടിയ സമയത്തൊക്കെ അവിടെ കളിക്കും. അങ്ങനെ കാത്തിരുന്ന വണ്ടി എത്തി. ചേട്ടൻ്റെ വണ്ടി വന്നതിൻ്റെ സന്തോഷമാണ്. ഇങ്ങോട്ടോടും അങ്ങോട്ടോടും. അവസാനം ഗേറ്റ് തുറക്കാനായിട്ട് ചേട്ടനെ അങ്ങോട്ട് തുറക്കാൻ, ചേട്ടനെ കാണാൻ വേണ്ടി അയ്യോ ഭയങ്കര സന്തോഷമാണ്. ചേട്ടനാണെങ്കിൽ ഇന്ന് ഹിന്ദി എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് തളർന്നിട്ടുള്ള വരവാണ്. പക്ഷേ ഏതോ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവന് ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു സ്കൂളിൽ നിന്ന്. അതുകൊണ്ട് ചെറിയ സന്തോഷത്തിൽ ചിരിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. സ്കൂളിൽ നിന്ന് വന്നാൽ കുറച്ച് നേരം ഞങ്ങൾ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കും കേട്ടോ. ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയാനുണ്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പുറത്തിരുന്ന് സംസാരിക്കും. പിന്നെ ഉച്ചയല്ലേ, ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ. അങ്ങനെ പതുക്കെ അകത്തേക്കൊക്കെ കയറി ആ യൂണിഫോമൊക്കെ മാറി കൈയും കാലും മുഖമൊക്കെ കഴുകി പിന്നെ അകത്തിരുന്നിട്ടാണ് വിശേഷങ്ങൾ. ആദ്യത്തെ ചോദ്യം, സ്പെഷ്യൽ. ഇന്ന് അടിപൊളി സ്പെഷ്യലൊക്കെ ഉണ്ട് മോനെ പറഞ്ഞു. അങ്ങനെ നല്ല ചെറുമണി ചോറും മുരിങ്ങക്കായും തക്കാളിയും വെണ്ടക്കായും ഒക്കെ ഇട്ടിട്ടുള്ള സാമ്പാർ, പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്ന് സാധാരണ തോരനാ വെക്കാറ് നാളികേരമൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഇന്ന് നാളികേരമൊന്നും ഇട്ടില്ല. കാരണം കാശിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് നാളികേരം ഇട്ടത് അവൻ അത്രയ്ക്ക് ഇഷ്ടം കാണിച്ചിട്ടില്ല. അപ്പം ഇന്ന് വെറുതെ ഉപ്പേരി പോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബീഫും കപ്പയും. എനിക്കറിയാം അച്ഛൻ്റെ പോലെ തന്നെ കപ്പയും ബീഫും മോനും ഫേവറേറ്റ് ആണെന്ന്. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം TV കാണുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇരുന്നത് ആൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ.